ഹായ് ഓൾ, എല്ലാവർക്കും ക്രിയേറ്റീവ് എക്സ്പ്ലോഷൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ എല്ലാവരും തന്നെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും, ആപ്പിൾ 12 സീരീസിലുള്ള സ്മാർട്ട് ഫോണുകളെല്ലാം ഇറക്കിയിട്ടുണ്ട്. ആപ്പിൾ 12, 12 മിനി, 12 പ്രോ, 12 പ്രോ മാക്സ് അങ്ങനെയൊക്കെ ഡിവൈസുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അത് എല്ലാം 5G ഡിവൈസുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണക്കാർക്ക് ഒരു വലിയ ഉപകാരം ഉണ്ടായിട്ടുണ്ട്. അതായത് 5G സീരീസിലെ ഫോൺ ഇറങ്ങിയത് കൊണ്ട് താഴോട്ടുള്ള 11 പ്രോ, 11 പ്രോ മാക്സിനൊക്കെ വളരെയധികം വില കുറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ശ്രദ്ധിച്ചാൽ കാണാം, ഏതാണ്ട് ഇറങ്ങിയ സമയത്തുണ്ടായിരുന്നതിൻ്റെ പകുതി വില അല്ലെങ്കിൽ പകുതി വിലയിൽ താഴെയൊക്കെ നമുക്ക് ഈ ഫോൺ മേടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാനിന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത് ആപ്പിളിൻ്റെ ഏറ്റവും കിടിലം ഫോണായിട്ടുള്ള ആപ്പിൾ 11 പ്രോ മാക്സ്. ഒരു വളരെ വില കുറഞ്ഞ, അതായത് മാർക്കറ്റിൽ പണ്ടുണ്ടായിരുന്നതിൻ്റെ പകുതി റേറ്റിന് മേടിച്ചതിൻ്റെ ഒരു കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഡിവൈസ് ഞാൻ മേടിച്ചത് നമ്മുടെ ബാങ്ക് ഓഫറും എല്ലാം ക്ലെയിം ചെയ്തിട്ടാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ പാക്കറ്റ് അൺബോക്സിങ് കാണാം. ഈ പാക്കറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ കൂടെ ചാർജർ കിട്ടുന്നുണ്ട്. അതായത് ആപ്പിൾ 12 സീരീസിലെല്ലാം ചാർജർ അവർ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് മേടിക്കുന്ന ഫോണുകളിലും 11 സീരീസ് ആയിരുന്നാലും ചാർജർ പാക്കറ്റിനകത്ത് വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ മേടിച്ച ഈ ഡിവൈസിനകത്ത് ചാർജർ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് വിലയും കുറഞ്ഞത്. കാരണം ഇത് കുറച്ച് പഴയ സ്റ്റോക്കാണ്. പഴയ സ്റ്റോക്ക് എന്ന് പറയാൻ പറ്റില്ല, പഴയ സ്റ്റോക്കാണ്. പക്ഷേ ഡിവൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. 6.5 ഇഞ്ചസ് റെറ്റിന XDR ഡിസ്പ്ലേ ഉള്ള കിടിലൻ ഫോൺ തന്നെയാണ് ഈ ഫോൺ. നിങ്ങൾക്ക് ഇവിടെ ഫേസ് ID ഡിറ്റക്ട് ചെയ്യുന്നത് കാണാം. ആപ്പിൾ 11 പ്രോ മാക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എന്തൊരു പ്രൊഡക്റ്റ് ക്വാളിറ്റിയാണ് ഈ സാധനം. ഇതേവരെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പോലും പറയാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് കിടിലം പ്രൊഡക്റ്റ് ക്വാളിറ്റിയാണ്. ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് പവർ ബട്ടണും സിം ഇജക്ടറിൻ്റെ സിം ട്രേയും ഒക്കെ കാണാൻ പറ്റും. വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് സിം ട്രേ ഒക്കെ ചെയ്തിരിക്കുന്നത്. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ലുക്കാണ് ഈ ഫോണിന് കൊടുത്തിരിക്കുന്നത്. അതും അവരുടെ ഏറ്റവും ഹൈലൈറ്റ് കളറായിട്ടുള്ള മിഡ് നൈറ്റ് ഗ്രീൻ എന്ന് പറയുന്ന കളറാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. പേഴ്സണലി എനിക്ക് ഈ കളർ വളരെ ഇഷ്ടമാണ്. ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയും പ്രത്യേകം എടുത്ത് പറയേണ്ടത് തന്നെയാണ്. കാരണം വളരെ നല്ലൊരു ക്ലാരിറ്റിയുള്ള സൗണ്ടാണ് ഇതിൽ നിന്ന് വരുന്നത്. ഇതിനകത്തൊക്കെ എന്ത് സ്പീക്കറാണ് അവർ യൂസ് ചെയ്യുന്നത് എനിക്കറിയാൻ പറ്റില്ല. മറ്റൊരു സ്മാർട്ട് ഫോണിനും ഇത്രയും ക്വാളിറ്റി നമുക്ക് കാണാൻ പറ്റില്ല. ഇതിൻ്റെ ക്യാമറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊരു DSLR മറ്റും ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല ഈ ക്യാമറ ഉണ്ടെങ്കിൽ. ഇതിൻ്റെ ഒരു 13mm അൾട്രാ വൈഡ് 120 ഡിഗ്രി വരെ ഫീൽഡ് വ്യൂ ഉള്ള ഒരു ക്യാമറയും പിന്നെ ഒരു 26mm വൈഡ് ഉള്ള ഒരു ഒപ്റ്റിക് ഇമേജ് സ്റ്റെബിലൈസേഷനോട് കൂടിയുള്ള മറ്റൊരു ക്യാമറയും 52mm ടെലിഫോട്ടോ f2.0 അപ്പേച്ചറുള്ള 2x വരെ ഒപ്റ്റിക്കൽ സൂമുള്ള ഒരു ക്യാമറയുമാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ 4K വീഡിയോ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ വിഷ്വലിൽ കാണാം, ഒരു തരത്തിലുള്ള ലാഗോ ഡിലേയോ ഒന്നുമില്ല. അത് ഫ്രണ്ടിലായിരുന്നാലും ബാക്കിലായിരുന്നാലും നമുക്ക് 4K 60 FPS വളരെ മികച്ച രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഫ്രണ്ടിലും ബാക്കിലും ഒരുപോലെ തന്നെ. നമുക്കിപ്പം വ്ളോഗേഴ്സ് ആയിരുന്നാലും മറ്റും യൂട്യൂബിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരായിരുന്നാലും വേറൊരു ക്യാമറയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. ഈ സാധനം എടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് 12 പ്രോ മാക്സ് നമുക്ക് പെട്ടെന്ന് സാധാരണക്കാർക്കൊന്നും എടുക്കാൻ പറ്റുന്ന ഒരു സീരീസിലല്ല ഉള്ളത്. കാരണം 1,20,000 രൂപയോളമൊക്കെ വിലയുണ്ട്. ഈ സാധനം ആകുമ്പോഴത്തേക്കും അതിൻ്റെ പകുതി വില പോലും ഇല്ല നമുക്കിപ്പം മേടിക്കുകയാണെങ്കിൽ. കാരണം ബാങ്ക് ഓഫറുകളും ക്രെഡിറ്റ് കാർഡ് ഓഫറും എല്ലാം ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ വിഷ്വലിൽ കാണാം ഒരു സാമ്പിൾ ഇമേജ് കറക്റ്റ് DSLR എടുത്ത പോലെ തന്നെയില്ലേ. ഇതൊരു പോർട്രേറ്റ് ഇമേജ് ക്ലിക്ക് ചെയ്തതാണ്. മറ്റുള്ള ഇമേജസ് ആയിരുന്നാലും വളരെ ഡീറ്റെയിൽസ് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന ഒരു രീതിക്കാണ് ഇപ്പോൾ ഇതിൻ്റെ ഇമേജസ് എല്ലാം വരുന്നത്. വീഡിയോ ക്വാളിറ്റി ആയിരുന്നാലും ഇമേജ് ക്വാളിറ്റി ആയിരുന്നാലും അൾട്രാ ഹെവിയാണ്. കാരണം അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു ഐഫോൺ പ്രേമികളാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഐഫോൺ മേടിക്കാൻ പറ്റിയൊരു സുവർണ അവസരമാണ്. കാരണം 5G ഇല്ല എന്നുള്ളത് ഒരു വലിയ ഡ്രോബാക്ക് ആയിട്ട് എടുത്തുകൊണ്ട് ഇവർ 11 സീരീസിനെല്ലാം വളരെ വില കുറഞ്ഞിട്ടുണ്ട്. അതും ഈ ചാർജർ പാക്കറ്റിനകത്ത് വരുന്ന മോഡൽസിനെല്ലാം നല്ല വില കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നത്തെയും പോലെ ഇന്നത്തെയും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.